ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂളിലെ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തെ ഫസ്റ്റ് ക്ലാസ് ആണിത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കാം. എങ്ങനെ? ഇംഗ്ലീഷ് ഹാസ് ഡാഷ് റിതം. ഓപ്ഷൻ സിലബിൾ ടൈംഡ് ഓർ സ്ട്രെസ് ടൈംഡ്. ഇംഗ്ലീഷിന്റെ റിതം എന്ന് പറയുന്നത് സിലബിൾ ടൈംഡ് ആണോ അതോ സ്ട്രെസ് ടൈംഡ് ആണോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സിലബിൾ ടൈംഡ് എന്താണെന്ന് അറിയണം, സ്ട്രെസ് ടൈംഡ് എന്താണെന്ന് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് സിലബിൾ ടൈംഡ് റിതം എന്താണെന്ന് നോക്കാം. എന്താണ് സിലബിൾ ടൈംഡ് റിതം? നോക്കാം. ഇൻ സിലബിൾ timed languages like Japanese, French, etc., each syllable in an utterance bears an approximately equal rhythmic beat, and the amount of time taken for producing the utterance is proportional to the number of syllables. അതായത് ജാപ്പനീസ്, ഫ്രഞ്ച് പോലെയുള്ള സിലബിൾ ടൈംഡ് ലാംഗ്വേജസിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഓരോ സിലബിളും ഇൻ ആൻ അട്ടറൻസ്, അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ബിയേഴ്സ് ആൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ റിതമിക് ബീറ്റ്. ഏകദേശം എന്താണ്? തുല്യമായ റിതമിക് ബീറ്റ് വഹിക്കാറുണ്ട്. അതുമല്ല, ആൻഡ് എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ഫോർ പ്രൊഡ്യൂസിങ് ദ അട്ടറൻസ്, ആ എടുക്കുന്ന സമയം, അത് അട്ടറൻസിന് വേണ്ടി ഒരു അട്ടറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് സിലബിൾസ്. എത്ര സിലബിൾ ഉണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിലബിൾ ടൈം റിതമിൽ, അങ്ങനെയുള്ള ലാംഗ്വേജിൽ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കിലെ ഓരോ സിലബിളിനും അതാത് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരേപോലെ ഒരേ രീതിയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു റിതം കിട്ടും. അങ്ങനെയുള്ള റിതത്തെയാണ് നമ്മൾ സിലബിൾ ടൈം റിതം എന്ന് പറയുന്നത്. വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വാക്കെടുക്കുമ്പോൾ അത് പല പല സിലബിൾ ഉണ്ടാവുമല്ലോ. ആ സിലബിളിനെല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അല്ലെങ്കിൽ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭാഷകളിൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ സിലബിളിനെല്ലാം തുല്യ പ്രാധാന്യം കിട്ടും. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന ആ ഋതത്തെയാണ് നമ്മൾ സിലബിൾ ടൈം ഋതം എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ജാപ്പനീസ്, ഫ്രഞ്ച് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഭാഷ എല്ലാം അത്തരത്തിലാണ്. ഇനി സ്ട്രെസ് ടൈംഡ് റിതം എന്ന് വെച്ചാൽ എന്താണ്? ഇൻ സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി. ഇംഗ്ലീഷ് എങ്ങനെയുള്ളതാണ്? സ്ട്രെസ് ടൈംഡ് ആണ്. സ്ട്രെസ് ടൈംഡ് ആണ്. അപ്പോൾ ഇൻ സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യൻ ഓർ അറബിക്. ഇംഗ്ലീഷ് മാത്രമല്ല, ജർമ്മൻ, റഷ്യൻ ഓർ അറബിക്. Stressed syllables in the utterance occur at approximately the same intervals, and the time taken for the utterance is proportional to the number of stressed syllables. അതായത് സ്ട്രെസ്ഡ് സിലബിൾ, നമ്മൾ ഇംഗ്ലീഷ് ഒരു വാക്കെടുക്കുമ്പോൾ ചില സിലബിൾ നമ്മൾ സ്ട്രെസ് കൊടുക്കും. അങ്ങനെയുള്ള സ്ട്രെസ് ചെയ്യുന്ന സിലബിൾക്ക് അവ മാത്രം പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. എന്നപ്പോൾ ഒത്തിരി ക്ലിയർ ആവും. ജാപ്പനീസ്, ഇംഗ്ലീഷ്. ഇപ്പം ജാപ്പനീസിൽ ഒരു സെൻറ്റൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷാണ് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയും. ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം സിലബിൾസ് ഉണ്ട്. ഈ പറയുന്ന വാക്കുകളെല്ലാം സിലബിൾ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഉച്ചരിക്കുമ്പോൾ കണ്ടോ, ഇതെല്ലാം ഒരേ പ്രൊപ്പോർഷനായിട്ടാണ് ഉച്ചരിക്കും. എന്നാൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വാട്ട് എന്ന് പറയുന്ന ഭാഗത്തും ഡൂയിങ്ങിലെ ആദ്യത്തെ സിലബിൾ ഡൂ, പിന്നാണ് ഇങ് വരുന്നത്. ഡൂ ഇങ് പറയുമ്പോൾ 2 സിലബിൾ ഉണ്ട് അവിടെ. ഡൂയിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടുത്തെ ഡൂ, വാട്ടിന് ഒറ്റ സിലബിളേ ഉള്ളൂ, വാട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സിലബിൾ, അതായത് ഈ പറയുന്ന ഇത്രയും പറയുമ്പോൾ നമ്മൾ വാട്ട് എന്ന് പറയുന്ന സിലബിളിനും ഡൂ എന്ന് പറയുന്ന സിലബിളിനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രെസ് ചെയ്യുന്നത്. മറ്റുള്ള സിലബിളുകൾ എന്ത് ചെയ്യുന്നില്ല,
കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവ നേരിയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോവുകയുള്ളൂ. എന്നാൽ ഇവിടെ വാട്ടെന്നും ഡൂവിനും നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നു. അപ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് സ്ട്രെസ് ടൈം റിതം. സ്ട്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അങ്ങനെ സ്ട്രെസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ സമയം എടുക്കും ഈ തരത്തിലുള്ള സിലബിൾ. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെസ് ടൈംഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷിന് എങ്ങനെയുള്ള ഋതമാണുള്ളത്? സ്ട്രെസ് ടൈംഡ് ഋതമാണ് ഉള്ളത്. എന്നാൽ ജാപ്പനീസ്, ഫ്രഞ്ചിനൊക്കെയോ സിലബിൾ ടൈംഡ് ഋതമാണ്. എന്നുവെച്ചാൽ ഓരോ സിലബിളിനും കൃത്യമായ സമയം കൊടുക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ട്രെസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യപ്പെടുന്ന സിലബിൾക്ക് മാത്രം കുറച്ച് സമയം നമ്മൾ കൊടുക്കും. അത് സ്ട്രെസ് ടൈംഡ് ഋതം കൊണ്ട് ഉദ്ദേശിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, സ്ട്രെസ്ഡ് ടൈംഡ് ലാംഗ്വേജിന് ഉദാഹരണം എഴുതാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കും നമുക്ക് ഏതൊക്കെ എഴുതാം? ഇതെല്ലാം നമുക്ക് സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജിൻ്റെ ഉദാഹരണമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി സിലബിൾ ടൈംഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഫ്രഞ്ച് എഴുതാം, സ്പാനിഷ് എഴുതാം, യോറുബ എഴുതാം, തെലുങ്ക് എഴുതാം, ഹിന്ദി എഴുതാം, തമിഴ് എഴുതാം, ഇന്തോനേഷ്യൻ എഴുതാം, ജാപ്പനീസ് എഴുതാം, ഇറ്റാലിയൻ എഴുതാം. ഇതെല്ലാം സിലബിൾ ടൈംഡ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിനെ വിശദീകരിച്ച് നമ്മൾ പഠിച്ചു.